എൻ്റെ പേര് ലൗലി ജോസഫ്. ഞാൻ പൊൻകുന്നം തിരുക്കുടുംബ ഫൊറോന ദേവാലയ ഇടവകാംഗമാണ്. ഞാൻ 2019 ഫെബ്രുവരി 4 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ 17 തവണ പുതുക്കി. അതിന് 2 പ്രാവശ്യം സാക്ഷ്യം പറയാൻ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 18 വർഷം മുമ്പ് നടുവ് തെന്നി വീണതിൻ്റെ ഫലമായി നടുവേദന ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കുനിഞ്ഞ് ജോലി ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2 വർഷം മുമ്പ് ശക്തിയായ നടുവേദന വന്നു. എനിക്ക് എണീക്കാനോ തിരിഞ്ഞു കിടക്കാനോ ഒന്നും പാടില്ലായിരുന്നു. അത്ര ശക്തമായ വേദനയായിരുന്നു. അത് മരുന്നൊക്കെ പുരട്ടി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് മാറി. അത് കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ വർഷം പിന്നെയും ഉണ്ടായി. അപ്പോഴും ഏക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഡോക്ടറെ പോയി കണ്ടു, എക്സ്റേ എടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞു നടുവിന് തീരെ കട്ടി കുറവാണ്, ഡിസ്കുകൾക്കും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ശകലം പോലും കുനിയാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. വേദന മാറിയാലും ഒന്നും ചെയ്യല്ല, ബെൽറ്റ് ഇട്ട് നടക്കണമെന്ന് പറഞ്ഞു. അപ്പം 2 ആഴ്ച മരുന്ന് കഴിച്ചു. വലിയ വ്യത്യാസമൊന്നും വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നു. അപ്പനും ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, വേദനയുടെ ഗുളികകളും തന്നു. അപ്പോൾ ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ആരാധനയും കൂടുന്നുണ്ടായിരുന്നു. അപ്പോഴും വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ കുറവ് വന്നു. പക്ഷേ എനിക്ക് എണീറ്റ് നടന്ന് ജോലി നിൽക്കുമ്പോഴൊക്കെ നടുവിന് മരവിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഉടമ്പടി തൈലം എടുത്ത് നടുവിൻ്റെ ഭാഗത്ത് പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു വൈബ്രേഷൻ പോലെ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും മാറി. ഞാൻ അന്ന് തൊട്ട് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന്. അപ്പം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, അമ്മ അതെനിക്ക് തൊട്ട് സൗഖ്യമാക്കി തന്നു. ഇപ്പം എനിക്കൊരു നടുവേദനയും ഇല്ല. എൻ്റെ മോന് കിട്ടിയ അനുഗ്രഹം അവൻ പറയും. ഞാൻ അവന് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. +2 10ാം ക്ലാസ്സിൽ അവന് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം +1 നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞു നിയോഗം വെച്ചിരുന്നു. നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ +2 നല്ല മാർക്ക് കിട്ടണമെന്നും നിയോഗത്തിൽ വെച്ചിരുന്നു. അതും 93% മാർക്കോടെ അവൻ പാസ്സായി. പിന്നെ ഞാൻ വണക്കത്തിന് കഴിഞ്ഞ് മെയ് മാസത്തിൽ നിയോഗം വെച്ചിരുന്നു അവന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ബാക്കി അവൻ പറയും. എൻ്റെ പേര് അലക്സാണ്ടർ ജോസഫ്. ആദ്യമായി ഈ അൽത്താരിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 10 വരെ ഒരു ആവറേജ് മാർക്ക് തന്നെയായിരുന്നു. എങ്ങനെ ജയിച്ചെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും മെറിറ്റും കൊണ്ട് ഒരിക്കലും ജയിച്ചെങ്കിൽ ഞാൻ ഒരിക്കലും ഈ അൽത്താരിൽ നിൽക്കത്തില്ല. ബട്ട് ഗ്രേസാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. +2 പറഞ്ഞവരെ തന്നെ 93% തന്നെ നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് ഇന്നാണ്, ഇപ്പോൾ എടുത്തുള്ളൂ. +2 ഫൈനൽ എക്സാമിന് അച്ഛനെ കാണാൻ വന്നു. അപ്പം അച്ഛൻ പറഞ്ഞു പരീക്ഷ എല്ലാം കഴിയുമ്പം വന്ന് ഉടമ്പടി എടുക്കണം. ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ ഞാൻ ലൈറ്റ് ക്യാനിലിട്ട് 2 റിക്വസ്റ്റ് ഇട്ടായിരുന്നു. ഒന്ന് എൻ്റെ ലൈസൻസിൻ്റെ കാര്യമായിരുന്നു. കാരണം ഞാനാകെ 3 ദിവസം എങ്ങാണ്ട് പ്രാക്ടീസിന് പോയില്ല. 3ാമത്തെ ദിവസം എന്താ പറഞ്ഞു, നിനക്ക് നാളെയാണ് ടെസ്റ്റ്. അപ്പം ഞാൻ 3 ദിവസത്തെ ഒരു പ്രാക്ടീസുള്ളൂ. കാരണം ടെസ്റ്റിൻ്റെ അന്ന് പോയപ്പം ഒരു ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ ഫെയിലാക്കി വിടുമായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടുന്ന് അന്ന് പരീക്ഷയ്ക്ക് തന്നൊരു കാശ് രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതായിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ലൈസൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വണ്ടി ഓടിച്ച് തന്നെ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടി. ഇന്ന് ഞാൻ വണ്ടി ഓടിച്ച് തന്നെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ അതേപോലെ തന്നെ 2ാമത്തെ എൻ്റെ റിക്വസ്റ്റ് ഇട്ടത് എൻ്റെ നല്ലൊരു കോളേജ് കിട്ടുന്നതാണ്. അടുത്ത് തന്നെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അതുകൊണ്ട് അതിന് ഫലമായി ഈ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഏറ്റവും അടുത്ത കോളേജ് തന്നെ എനിക്ക് കിട്ടി. ഇത്ര അനുഗ്രഹം ചെയ്തു തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയാതെ പോയത്, നേരത്തെ ഉടമ്പടി 2019 എടുത്തതിന് ശേഷം ഞങ്ങളുടെ പഴയ വീടിൻ്റെ പരിസരത്തൊക്കെ എപ്പോഴും പാമ്പിനെ കാണായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് വീടിന് ചുറ്റുമിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം പാമ്പിൻ്റെ അങ്ങനെയൊന്നും ഞങ്ങളുടെ പരിസരങ്ങളിലൊന്നും കാണാറില്ല. പിന്നെ ഞാൻ ഈ 1 മാസം മുൻപ് ഞാൻ മാതാവിൻ്റെ സ്വപ്നം കണ്ടിരുന്നു.
ഞാൻ സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്. ഞാൻ എവിടെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്പീഡിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവിൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. ശരിക്കും മാതാവിനെ തൂവെള്ള നിറത്തിൽ ഭയങ്കര പ്രകാശത്തോടെ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന എങ്ങനെ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ ഇതെൻ്റെ അമ്മ മാതാവാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കാണാൻ എനിക്ക് അനുഗ്രഹം കിട്ടി. ചെറുതും വലുതുമായി ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ഈശോയും അമ്മ വഴിയായി തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ 2019 തൊട്ട് പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ പള്ളികളിലായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും ഏതൊരു ഫംഗ്ഷന് പോയാലും എവിടെ പോയാലും ഞാൻ പത്രം കൊണ്ടുപോകും. ഇടയ്ക്ക് വന്ന് മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എല്ലായിടത്തും കൊണ്ട് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടുകളിൽ തന്നെ രോഗികളായിട്ടുമൊക്കെ അയൽവാസികളൊക്കെ സാമ്പത്തികം ചോദിച്ചും പിന്നെ അവർക്ക് മരുന്നിനും ഭക്ഷണത്തിനും പിന്നെ വസ്ത്രമായിട്ടും സാധനങ്ങളും എല്ലാം കൊടുത്ത് സഹായിക്കാറുണ്ട്. 27-ാം സങ്കീർത്തനം 5-ാം തിരുവചനം പറയുന്നു, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. നമുക്കറിയാം, ഉയർന്ന പാറമേൽ പണിത വീടാണ് എപ്പോഴും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും തകർന്നു പോകാതെ വളരെ ഉറച്ചു നിൽക്കുന്നതുമായ ഒരു ഭവനം നമുക്കുണ്ടാവുക. ക്ലേശകാലത്ത് അവിടുത്തെ ആലയത്തിലാണ് നമുക്ക് എപ്പോഴും ആശ്വാസം നൽകുന്നത്. ഈ സഹോദരി പറയുകയായിരുന്നു, ലവലിക്ക് വളരെ നടുവേദന വന്ന ഒരു അവസ്ഥയിലാണ് താനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ എഴുതിയത്. അതുപോലെ തന്നെ തൻ്റെ മകനെ +2 നല്ല മാർക്കുണ്ടാകണം, അവന് നല്ല വിജയമുണ്ടാകണം, അവൻ നല്ല ആധ്യാത്മികമായി വളരുന്ന ഒരു കുട്ടിയാകണം, ഒരു മകനായിരിക്കണമെന്നൊക്കെ അമ്മ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 10ാം ക്ലാസ്സിൽ അധികമൊന്നും നല്ല സ്കോർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ 11th കടന്നു കഴിഞ്ഞപ്പോൾ മകൻ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനും ആ സാഹചര്യത്തിൽ പ്രാർത്ഥനയിലും മകൻ തന്നെ പറയുകയുണ്ടായി, ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, 12th എനിക്ക് 93% മാർക്ക് കിട്ടിയത് ഗ്രേസ് കൊണ്ട് മാത്രമാണ്. നമുക്ക് തന്നെ ഒരു അവബോധമുള്ളവരായി തീരുകയാണ്. എൻ്റെ ഒരു സക്സസ്, എൻ്റെ വിജയങ്ങളൊന്നും എൻ്റെ മെറിറ്റിലല്ല, ഇതെല്ലാം എനിക്ക് ഗ്രേസ് ആണെന്ന് നമുക്കൊരു ഉത്തരവാദിത്വം കൂടി അതോടുകൂടി വരികയാണ്. എൻ്റെ മെറിറ്റിലല്ലാത്ത എനിക്കൊരുപാട് കൃപകൾ ലഭിച്ച് ഞാൻ എന്നെ ദൈവം മുന്നോട്ട് നീക്കുമ്പോൾ ഇനിയെല്ലാം കൃപ ലഭിക്കണമെങ്കിൽ ആ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ട ഒരു വലിയ കാര്യം കൂടി ഉടമ്പടി നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇനി കൃപയിൽ ഓട്ടോമാറ്റിക്കായി നടക്കും എന്ന ഒരു മിഥ്യമായ ഒരു ചിന്താഗതി നമുക്കുണ്ടാകരുത്. കാരണം കൃപ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രയത്നം വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവർ ഉടമ്പടിയെടുത്ത ഓരോ കുടുംബങ്ങളിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. മകൻ്റെ സ്ഥിതി, വിദ്യാഭ്യാസം യഥാസ്ഥാനപ്പെടുത്തിയൊരു നല്ല കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടി. അതുപോലെ തന്നെ അമ്മ പറയുകയായിരുന്നു, അവരുടെ വീട്ടിലെപ്പോഴും പാമ്പിൻ്റെ ശല്യങ്ങളുണ്ടായിരുന്നു. ഇത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ നാം കേട്ടിട്ടുള്ളതാണ്. സർപ്പത്തിൻ്റെ തല തകർത്തവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും ഒക്കെ ആക്രമണങ്ങളും അവരുടെ സാമീപ്യം ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും നമുക്ക് വളരെയധികം ആശ്വാസമേകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ എപ്പോഴും എല്ലാ നാരകീയ ശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ യുവാക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ കുടുംബങ്ങളിലാണ് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഉണ്ടായിരിക്കേണ്ടത്. അത് കുടുംബങ്ങളിലാണ് തുടങ്ങേണ്ടത്. തൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും ഉടമ്പടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനുള്ള ഒരു അവകാശം നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും തന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് പറയാതെ തന്നെ മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കുകയും ഈശോയിലേക്ക് ആകർഷിക്കപ്പെട്ട് സ്നേഹത്തിലും ആധ്യാത്മികതയിലും വളരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിത്യതയോളം നമുക്ക് എത്തണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ഈശോയുടെ സഹവാസവും നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളുണ്ടായിരിക്കണം. ലവലിയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും
സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.